സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഞാൻ ആ സുക്കോയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനറിയിൽ നിന്ന് മേടിച്ചൊരു ബുക്കുണ്ട്, വിൻസെൻ്റ് വാഗോങ്ങിൻ്റെ. അപ്പോൾ അത് ഡ്രോയിങ് ബുക്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡ്രോയിങ് ദാറ്റ് ഐ ഡിഡ്. ശിവൻ്റെയാണ് ഞാൻ ചെയ്തത്. ആൻഡ് ഇതൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നല്ലൊരു ബുക്കാണ്, നല്ലൊരു പേജുമാണ്. അതിനും വരയ്ക്കാൻ സ്മൂത്തായിട്ട് എനിക്ക് പറ്റി. സോ ദിസ് ഇസ് ദ വൺ റിവ്യൂ ദാറ്റ് ഐ ക്യാൻ ഗിവ് ഫ്രം ദിസ് ഈ ഒരു സ്കെച്ച് ബുക്കിൽ നിന്ന്. പിന്നെ ഞാൻ മുരുകനെ വരച്ചു. എല്ലാം ഒരു ലൈൻ ഡ്രോൺ യുനോ ഇലസ്ട്രേഷൻസ് ആണ്. കളറ് ഞാൻ നോക്കിയിട്ടില്ല, കളർ നോക്കുമ്പോൾ ഞാനത് പറയാം. സോ ദിസ് ഇസ് ലൈക്ക് വെറുതെ ഒരു ബ്രഷ് പെൻ വെച്ചിട്ട് ഇലസ്ട്രേഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് മുരുകൻ്റെയാണ്. പിന്നെ സരസ്വതിയുടെ ചെയ്തു. അപ്പോൾ ആക്ച്വലി ഇറ്റ് വാസ് റിയലി ഗുഡ്. നല്ലൊരു അത്യാവശ്യത്തിന് നല്ല വലിപ്പമുണ്ട്, ചെറുതാണേനും അങ്ങനെയുണ്ടല്ലോ. അപ്പം നല്ലൊരു ബുക്കാണ്. പിന്നെ ഞങ്ങൾ ബ്രഹ്മസമ്മേളനത്തിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹനുമാൻ്റെ ഒരു ആദ്യ ബുക്കിൽ ഹനുമാനെ വരച്ചു. അതിൻ്റെ ലൈൻ ഡ്രോൺ ഒരു എന്താ പറയുക, കണ്ണടച്ചിട്ടുള്ള ഒരു ധ്യാനിക്കുന്ന ഒരു ഹനുമാനാണത്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ വരച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് നല്ല ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ പീപ്പിൾ ഹു വാണ്ട്സ് ടു ബൈ ദിസ് ബുക്ക്, സുക്കോയിൽ ഇത് കിട്ടും. ആൻഡ് ഇത് അതെ നരസിംഹാവതാരത്തിൻ്റെ നരസിംഹം പ്രഹ്ലാദിനെ കെട്ടിപ്പിടിച്ചിട്ടുള്ളത്. പിന്നെ പൂരം വിശേഷങ്ങളാണ്. തെച്ചിക്കോട്ട് പേരാമംഗലത്ത് അമ്പലത്തിലെ പൂരമാണത്. അപ്പോൾ അവിടെ നമ്മൾ വയ്ക്കുന്ന കോലമാണത് എന്ന് വെച്ചാൽ ഒരു രൂപങ്ങളാണത്. അപ്പോൾ അത് അവിടുത്തെ വഴിപാടാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോയി. പിന്നെ അവിടെ പൂജയുടെ കാര്യങ്ങളായിട്ടുള്ള പൂരത്തിൻ്റെ സമയത്തുള്ള ഒരു റിച്വൽസും കാര്യങ്ങളൊക്കെയാണ്, അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ പറയൊക്കെ നിറച്ചായിരുന്നു, പറയൊക്കെ ആൾക്കാർ ഓൾറെഡി നിറച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ എന്തോ എഴുന്നള്ളിപ്പാണ്, എഴുന്നള്ളിപ്പിൻ്റെ ഭാഗമായിട്ട് ചെണ്ടയൊക്കെ ആയിട്ട് ഇതായിരുന്നു, റിച്വൽസ് ആയിരുന്നു. വെളിച്ചപ്പാട് പോവാണ്. അപ്പം അദ്ദേഹം വരും, വെളിച്ചപ്പാട് വന്നിട്ടാണ് മറ്റേ പറയിലൊക്കെ ഇതാവണതൊക്കെ. അപ്പം അതിൻ്റെ മുന്നേ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും കുറേ പേര് ഇത് കണ്ടോ, പറകൾ എത്ര പറകളാ, അരി നെല്ലൊക്കെ. പിന്നെ നമ്മുടെ ഫേമസ്, നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, രാമചന്ദ്രൻ, നമ്മുടെ തെച്ചിക്കോട്ടുകാവിലെ രാമചന്ദ്രനാണിത്. എല്ലാവർക്കും അറിയാം, ആനപ്രേമികൾക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫാമിലിയായിട്ട് ഞങ്ങൾ പൂരത്തിന് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഇതൊക്കെ. അപ്പോൾ ആ വിഷ്വൽസ് ഉച്ചയായി. അപ്പോൾ ഉച്ചയായപ്പോൾ ജസ്റ്റ് ഊണ് കഴിച്ചിട്ട് അങ്ങനെ വന്നതാണ് പൂരത്തിന്. അപ്പോൾ അവർ ഫുഡായിട്ടേ ഉള്ളവരുടെ. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇങ്ങനെ ആടുണ്ട്, ഈ രാമചന്ദ്രൻ. നല്ല രസമാണ് കാണാൻ, നല്ലൊരു ഇതായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ അടുത്താണ് നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ് ഇതൊക്കെ കണ്ടത്. അപ്പോൾ പോണ വഴിക്ക് എല്ലാവരും നല്ല രൂപങ്ങളായിട്ടുള്ള ഡോൾസ് ആയിരുന്നു. ഇത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ അവർക്കൊക്കെ കൈയൊക്കെ കൊടുത്തു. അപ്പോൾ ഓരോ എന്താ പറയുക സെക്ഷനായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇത് ഒരു സെക്ഷൻ ഇപ്പോൾ പോയതാണ്. പിന്നെ ഇനി അടുത്ത സെക്ഷൻ വരണേ ഉള്ളൂ. അതിൻ്റെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷനൊക്കെ വരണത്. ബട്ട് കുറേ പേരുണ്ടായിരുന്നു, ഒരു ടീം സെറ്റായിട്ടായിരുന്നു. എനിക്ക് തോന്നണേ ഇതൊക്കെ പോയിട്ട് ഇനി ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അവർ ഇതാവും, പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോ സെക്ഷനിൽ നിന്നും വരികയാണ്. ലൈക്ക് ഓരോ ഇപ്പോൾ ആ പേരാമംഗലത്തുള്ള ചുറ്റുള്ള ഓരോ ഇതുണ്ടാവില്ല, ഗ്രൂപ്പ്സ് ഉണ്ടാവില്ലേ, അങ്ങനെ. ഇതിപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ്, മഞ്ഞയാണ്, ഫുൾ മഞ്ഞ. ആദ്യത്തെ വേറെ ഏതൊരു കളറായിരുന്നു, ഇത് ഫുൾ മഞ്ഞ ഗ്രൂപ്പ്സാണ്. അപ്പോൾ അവരുടെ ഒരു ചെണ്ടയും തകിലും അങ്ങനെ ബാൻഡ് മേളവും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഡാൻസ് ഫോമാണ്. ഈ പൂരത്തിനൊക്കെ കാണുന്ന ഒരു തെയ്യത്തിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി പോലെയൊക്കെ തോന്നി. അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ടുണ്ടായി. ഈ റോട്ടിൽ തേർഡ് ആൾക്കാർ വന്നപ്പോൾ അവർ റോട്ടിൽ ചെറിയ രീതിയിൽ വെടിക്കെട്ട് പോലെ ഇങ്ങനെ പടക്കം വെച്ചിട്ട്, ഇങ്ങനെ റോട്ടിൽ മാത്രം പടക്കം വെച്ചിട്ട്
അതങ്ങോട്ട് കത്തിച്ചു. അത് നമ്മൾ അറിഞ്ഞതന്നെ ഇല്ല അത് എപ്പോഴാണ് അത് വെച്ചതെന്നുള്ളത്. സോ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും 1 by 1 പോയി കഴിഞ്ഞിട്ടാണ് ഇവരിത് ചെയ്തത്. നോബഡി വാസ് ഹാംഡ്, ഒരു ഹാമിങ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സൂക്ഷിച്ച് നോക്കിയിട്ട് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ദൂരം ആണ് ഈ ഒരു പടക്കം എന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ അവരൊക്കെ എല്ലാവരും മാറി നിന്നിട്ടാണ്. സോ അവർ ഇത് കഴിഞ്ഞോട് കൂടിയിട്ടാണ് 3ാമത്തെ സെക്ഷൻ വന്നത്. അപ്പോൾ 3ാമത്തെ സെക്ഷൻ്റെ ഭയങ്കര രസമായിരുന്നു. അവർ എന്താ പറയുക, ഇത് കണ്ടോ പിങ്ക് പേപ്പറൊക്കെ ഇങ്ങനെ ബൂം ചെയ്തിട്ട് വിട്ടായിരുന്നു, എന്തോ ഒരു ലൈക്ക് ഷൂട്ട് ചെയ്തിട്ടേ. അപ്പം അതാണ് ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു വണ്ടി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കൂടെ ഇവരാണ്, ഇത് നീലക്കാരാണ്. നീലയും ഇവരുടെ ഫുൾ സെറ്റ് അങ്ങനെയാണ്, നീലയും ബ്ലാക്കാണ്. സോ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് അവരുടെ കോസ്റ്റ്യൂം. എല്ലാവരും അതെ നല്ല രസമാണ്, നല്ല രസമായിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് വരികയാണ്. അപ്പോൾ പൂരം ആയതുകൊണ്ട് എവ്രിബഡി ഈസ് ഇൻ എ വെരി പെപ്ഡ് അപ്പ്, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. പിള്ളേരായാലും അതെ, വലിയവരായാലും അതെ, എല്ലാവരും അതെ, നല്ല ഇതാണ്, എനർജിയാണ്, ഭയങ്കര എനർജി. ആ ഒരു ഭാഗം ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ പൂരത്തിൻ്റെ ഈ ഒരു ഇതാണല്ലോ, ആൾക്കാരുടെ ഒരു ഹാലളകണ പോലത്തെ ഇതാണ്. അപ്പം ഇത് അടുത്ത സെറ്റാണ്. അവർ ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ ബാൻഡാണിത്. IP നമ്മൾ കണ്ട അവരുടെ ബാക്കിൽ വന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർ കഴിഞ്ഞു സെക്കൻഡിൻ്റെയാണ് തോന്നുന്നു ഇത്, സംശയമുണ്ട്. അപ്പോൾ എന്തായാലും കാവടിയും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കാവടിയൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് തോന്നുന്നത്. അത് കാരണം ഇത്രയും ദൂരം അവർ ഇതെടുത്തിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോണത്. അപ്പം നല്ല ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ഇത് അമ്പലം അടുത്തായ കാരണം ഈ ഒരു ലൈൻ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലം, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലമാണ്, തെച്ചിക്കോട്ട് കാവാണ്. അപ്പോൾ അവിടേക്കുള്ള ഇതൊക്കെ കേട്ടോ, അവർക്കും അതേ ഒരു ഇതൊക്കെ കൊടുത്തു നമ്മൾ. എന്ന് വെച്ചാൽ അവരിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതാവുമ്പോൾ സോ ദേ ഡിഡ് എ സ്പെഷ്യൽ ആക്ട് ഓവർ ദെയർ, അങ്ങനെ കൊടുത്ത കാരണം. അപ്പം ഇത് ശരിക്കും ഭയങ്കര വെയിറ്റ് ഉണ്ട് തോന്നുന്നു. അത് ആ വെയിറ്റ് കൈ പിടിച്ചിട്ടാണ് അവരിങ്ങനെ നടക്കണത്. ആൻഡ് അവർ തിരിഞ്ഞുമ്പോൾ ശരിക്കത് നമ്മൾ അറിയാൻ പറ്റും. അതിൻ്റെ ഈ എന്താ പറയുക, നല്ല രസമായിട്ടാണ് അവർ തിരിയണത്. ആൻഡ് ഇത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ വല്ല തിരക്കാവും എന്ന് പറഞ്ഞ കാരണം നമ്മൾ തിരിച്ചു പോന്നു. സോ ദിസ് ഇസ് ഹൗ ദ പൂരം വിശേഷം ഇസ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആദ്യം അഫ്കോഴ്സ് നമ്മുടെ ബുക്കിൽ ഗണപതിയെ വരച്ചു. ഗണപതി ശിവലിംഗത്തിനെ ഹഗ് ചെയ്യണ ഒരു ഇതാണ്. അപ്പം എനിക്കത് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ഈ ഒരു ഡ്രോയിങ്. എന്താണെന്ന് വെച്ചാൽ ശിവനും ഉണ്ട്, ഗണപതിയും ഉണ്ട്, 2 കൂട്ടരും ഉണ്ട്, അച്ഛനും മോനും ഉണ്ട്. അപ്പോൾ അതൊരു നല്ല ഒരു സീനുമാണ് അതിന്. പിന്നെ കണ്ണടച്ചേക്കാണ്, ലൈക്ക് ധ്യാനിക്കണ പോലെയാണ്. അപ്പോൾ അത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗണപതിയാണ് അതിനും. എന്ന് വെച്ചാൽ മുടി മാത്രം ഇങ്ങനെ മുകളിലേക്ക് കെട്ടി അങ്ങനെയുള്ളൊരു ലൈക്ക് സ്മോളായൊരു ഗണപതിയാണ്. അതിന് ഡ്രസ്സൊക്കെ ഉണ്ട്. ആ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഇതേ ഉള്ളൂ, ഇങ്ങനെ ഇരുന്നിട്ടാണ് കെട്ടിപ്പിടിക്കുകയാണ് ശിവലിംഗത്തിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ശിവലിംഗം ഇതേ ഇങ്ങനെ കളർ ചെയ്ത് ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ സ്കെച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദർ ഇസ് എ കൈൻഡ് ഓഫ് ജേർണലിംഗ് എന്ന് പറയും, ആർട്ട് ജേർണലിംഗ് എന്നാണ് ഇതിന് പറയണത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ ജേർണലിംഗ് പേര് എന്തെങ്കിലുമൊക്കെ എഴുതുക, വേർഡ്സ് ഉണ്ടാവും, സെൻറ്റൻസ് ഉണ്ടാവും, ഇറ്റ് ക്യാൻ ബി എൻ നമ്പർ ഓഫ് തിങ്സ്. അപ്പം ഞാനിതിന് ഒരു ഈശ്വരൻ്റെ ഇതും പിന്നെ മന്ത്രവും ഞാൻ എഴുതി. ഓം നമഃ ശിവായ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ ശിവലിംഗത്തിനല്ലേ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓം നമഃ ശിവായ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗ്യാപ്സപ്പൊക്കെ ചിലത് ഗ്യാപ്സ് ഫില്ല് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കേമായിട്ട് അതിനെ റിയലിസ്റ്റിക്കായിട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ഒരു ലൈനിൽ അല്ലെങ്കിൽ 2-3 ലൈൻസിൽ ആ ഒരു ഡ്രോയിങ് ഇതാവുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ ഷോർട്സായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡു ചെക്ക് ഔട്ട് ദ ഷോർട്സ് ഓൾസോ. പിന്നെ ഇന്നലെ ഒരു കാര്യം വന്നായിരുന്നു, അതാണ് ഇത്. നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ നാളെ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഷീറ്റ്സാണ് ഇത്.
നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വാട്സ്ആപ്പ് മീ. സോ ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു via പോസ്റ്റൽ ആൻഡ് എവറിഥിങ്. ഇതിന് 90 റുപ്പീസാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്. ആക്ച്വലി ഇത് ആനിമൽസ് ആണ്. നല്ല രസമാണ് ശരിക്കും പറയാൻ വെച്ചാൽ. നല്ല രസമായിട്ട് വന്നിട്ടുമുണ്ട്. പ്രിൻറ്റും അതെ, ഈവൻ സ്റ്റിക്കറും അതെ. നല്ല സ്റ്റിക്കേഴ്സാണ്, ലൈക്ക് ഗ്ലോയി സ്റ്റിക്കേഴ്സാണിത്. അപ്പോൾ ഇതുമുണ്ട്. ഇതും കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു ഇവിടെ. സോ ദീസ് ആർ ദ സ്റ്റിക്കേഴ്സ് ആക്ച്വലി. എങ്ങനെയാണ് കാണുന്നത് ഇതുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാം സ്റ്റിക്കേഴ്സാണ്. ഹാർട്ട്സ്, പൂച്ചകൾ ഹഗ് ചെയ്യണത്, പെൻഗ്വിൻ, എവറിത്തിങ് ഈസ് എ സ്റ്റിക്കർ. So if you want these, please do order. So happy Valentine's Day in advance, and thank you for joining me into this kutti video.